പ്രിയമുള്ളവരെ, പ്രതികരണ വേദിയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ ഉണർത്താനുള്ളതുകൊണ്ട് അതും വളരെ നിർബന്ധമായതുകൊണ്ട് ഞാൻ വായിക്കുകയാണ് ചെയ്യുന്നത്. റെസ്പെക്റ്റഡ് ചീഫ് മിനിസ്റ്റർ വി ഡി സതീശൻ സാർ, താങ്കളോട് വളരെ ബഹുമാനപൂർവ്വം ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാനുണ്ട്. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്ത് സർവ്വസാധാരണമായും വിശിഷ്ട ഓണം, പെരുന്നാൾ, വിഷു, ക്രിസ്തുമസ് മുതലായ ആഘോഷങ്ങളിൽ പ്രത്യേകിച്ചും ധാരാളം മാരകമായ ലഹരി സാധനങ്ങൾ വിൽക്കപ്പെടുന്നു. മദ്യഷാപ്പുകളിൽ നിന്നുള്ള വരുമാനം സർക്കാരിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. എന്നാൽ ഇതിനേക്കാൾ കൂടിയ തുക ഹോസ്പിറ്റലിലേക്കാണ് ഇതുമൂലം ചെന്ന് ചേരുന്നത്. മാത്രമല്ല, പല കുറ്റകൃത്യങ്ങൾക്കും മൂല കാരണം ലഹരി ഉപയോഗമാണെന്ന് കാണാവുന്നതാണ്. MDMA പോലെയുള്ള കോടിക്കണക്കിന് രൂപ വില വരുന്ന സാധനങ്ങൾ പിടിച്ചെടുത്തു എന്ന് കേൾക്കുന്നതല്ലാതെ അത് എന്ത് ചെയ്തു എന്ന് പൊതുജനം അറിയുന്നില്ല. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ഇത്തരം വസ്തുക്കൾ പൊതുജനം മുമ്പാകെ വെച്ച് കത്തിക്കണം. ഇത് കേരളത്തിലേക്ക് എത്തുന്ന സ്രോതസ്സുകൾ കണ്ടെത്തുകയും വേണം. കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിന് പകരം ഒരു കൗൺസിലിലൂടെയോ മറ്റ് തൊഴിലുകളോ കൊടുക്കാവുന്നതാണ്. ജയിലിൽ അടയ്ക്കരുത്. കാരണം ജയിലിൽ അടച്ചാൽ അതിന് പ്രശ്നമുണ്ടാകും. അതുകൊണ്ടാണ് അത് പറയുന്നത്. പിന്നെ രണ്ടാമതുള്ളത്, RSS പോലുള്ള വർഗീയ സംഘടനകളെ നിരോധിക്കരുത്. നിരോധിച്ചാൽ കൂടുതൽ അത് വളരുകയേ ചെയ്യുകയുള്ളൂ. ശൂലം, വടിവാള്, കഠാര, ഉറുമ്പി പോലുള്ള ആയുധങ്ങൾ വിജിലൻസ് മുഖേന കണ്ടെത്തി പിടിച്ചെടുക്കുക. ആരോഗ്യത്തിനും മെയ്വഴക്കത്തിനും കളരി ശാഖ എന്നിവിടങ്ങളിൽ കായികാഭ്യാസം, ഡ്രില്ല് മുതലായവ ആകാവുന്നതാണ്. ഒരു സാധനം കൊടുക്കരുത്. അഥവാ അതിൽ പിടിച്ചിട്ടവരെ തടങ്കലിടുകയാണെങ്കിൽ അതിന് പ്രക്ഷോഭം ഉണ്ടാവും. പിന്നെ അതിന് പോലീസും സമരമായിട്ട് നേരിടേണ്ടി വരുന്നതാണ്. പിന്നെ മൂന്നാമത് പറയാനുള്ളത്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സമഗ്രമായ അഴിച്ചുപണി നിർബന്ധമാണ്. കുറ്റവാളികളെ പിരിച്ചുവിടുകയോ സ്ഥലം മാറ്റുകയോ ജയിലിൽ അടക്കുകയോ ചെയ്യരുത്. മറിച്ച് എന്തെങ്കിലും ക്ലറിക്കൽ പോസ്റ്റ് കൊടുത്ത്, ഒരു കൗൺസിലും കൂടിയാകാം, അങ്ങനെ ക്ലറിക്കൽ പോസ്റ്റ് കൊടുത്ത് വേറെ ജോലിയിലാക്കുക. അല്ലാതെ പിരിച്ചുവിട്ട് അതിന് സമരം ഉണ്ടാവും. നമ്മളൊരു സമാധാനം. സാർ, വേറൊരു കാര്യമുണ്ട് സാർ, ഒരു നോബൽ റിവെഞ്ച് നൽകുകയാണ് നല്ലത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പട്ടിയെ തല്ലുന്ന പോലെ ലാത്തിച്ചാർജ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരോട് ആ ലാത്തി തിരിച്ചു വാങ്ങി മറ്റെന്തെങ്കിലും പണി കൊടുക്കുന്നതാണ് നല്ലത്. സാർ, താങ്കൾ മാതൃകാപരമായ ഒരു സമാധാനാന്തരീക്ഷം സംസ്ഥാനത്ത് സംജാതമാക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ശിക്ഷണ നടപടികൾ സ്വീകരിച്ചാൽ വീണ്ടും പ്രകോപനങ്ങളും മുദ്രാവാക്യങ്ങളും തുടങ്ങാൻ അത് ഇടയാക്കും. താങ്കളുടെയും സാദിഖലി തങ്ങളുടെയും പുഞ്ചിരി പോലെ തന്നെ ശാന്തസുന്ദരമായ ഒരു സമാധാനപരമായ അന്തരീക്ഷമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതാണ് ജനങ്ങൾ പൊതുവെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ യാതൊരു കാരണവശാലും കർഷകരെ തെരുവിലിറങ്ങി സമരം ചെയ്യാൻ ഇടവരുത്തരുത്. വടക്കേ ഇന്ത്യയിൽ ബുൾഡോസർ കൊണ്ട് ചതച്ചരച്ചും മാസങ്ങളോളം ബുദ്ധിമുട്ടിച്ചതും നാം കണ്ടതാണ്. ഇന്ത്യക്ക് മൊത്തം കേരളം ഒരു മാതൃകയാവണം. അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ ഒരു പരിധി നിശ്ചയിച്ച് പരിഹരിക്കണം. പിന്നെ വനം പ്രദേശത്തും മലയോര മേഖലകളിൽ കുടിൽ കെട്ടി താമസിക്കുന്നവർക്ക് ആനയുടെയും പന്നിയുടെയും മറ്റും ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ 2 മീറ്റർ ആഴത്തിലും അകലത്തിലുമുള്ള ഒരു കുഴി വയ്ക്കാവുന്നതാണ്. പിന്നെ സാർ, തെരുവ് നായ്ക്കളെ വന്ധ്യംകരണം ചെയ്യുന്നതിന് പകരം പെൺപട്ടികളെയാണ് വന്ധ്യീകരിക്കേണ്ടത്. കാരണം 5ഉം 6ഉം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് പെൺപട്ടികളാണ്. 4ഉം 5ഉം ആൺകുട്ടികളെ വന്ധ്യം ചെയ്യിക്കുമ്പോൾ ഒരു പെൺപട്ടിയെ വന്ധ്യം ചെയ്യാൻ ചുരുങ്ങിയ ചിലവേ വരുന്നുമുള്ളൂ. അതുകൊണ്ട് ചിലവ് കുറക്കാനും സാധിക്കും. പിന്നെ പല കാര്യങ്ങളുണ്ട്. വളരെ നല്ലൊരു അന്തരീക്ഷത്തിൽ സമാധാനപരമായ ഒരു വസന്തം താങ്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അതാണ് ഉണർത്തുവാനുള്ളത് താൽക്കാലികമായി. പിന്നെ പല കാര്യങ്ങളും ഇതേമാതിരി പറയേണ്ടതായിട്ടുണ്ട്. മറ്റൊരു സന്ദർഭം ഉപയോഗിക്കാം.